പ്രഗത്ഭനായ താബിഇയാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ ഇറാഖിലെ ബസറയിലെ പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, മഹാപണ്ഡിതനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇറങ്ങുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ചുറ്റിലും ആളുകൾ കൂടും ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. ആ കൂട്ടത്തിൽ അവരിൽ ധാരാളം ആളുകൾ ഒരേപോലെ അഭിപ്രായം പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം ലഭിക്കുന്നില്ല, ജീവിതത്തിൽ ഒരു ബറക്കത്ത് കാണുന്നില്ല, എന്താണ് കാരണം? ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകളുണ്ട്. ആ ബറക്കത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ളത് വലിയൊരു ഫദ്ലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ കാണാം, വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നത് മറ്റൊരു പ്രാർത്ഥനാ വിഷയമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിച്ച് നമുക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. എന്നാൽ ഇത് കാണപ്പെടുന്നില്ല. ധാരാളം ആളുകൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണിത്. എന്താണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? എന്താണ് ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാത്തത്? അതിന് അദ്ദേഹം നൽകിയ മറുപടി, അദ്ദേഹം പറഞ്ഞു, 10 കാര്യങ്ങളിൽ വീഴ്ച വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക, അതാണ് ഈ ഒരവസ്ഥക്ക് കാരണം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അറഫ്തുമുല്ലാഹ് ഫലം തുഅദ്ദു ഹഖ്ഖഹു, നിങ്ങൾക്കൊക്കെ അള്ളാഹുവിനെ അറിയാം, പക്ഷേ റബ്ബിന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. ശരിയാണ്, എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനറിയാം. നമ്മൾ ഖുർആൻ ഓതുമ്പോഴും വയലുകൾ കേൾക്കുമ്പോഴുമൊക്കെ ധാരാളമായി നാം അള്ളാഹുവിനെ കേൾക്കുന്നു, ധാരാളമായി നാം അള്ളാഹുവിനെ ചിന്തിക്കുന്നു. അള്ളാഹുവിനെ അറിയാത്ത വിശ്വാസികളുണ്ടോ? റഹ്മാനായ റബ്ബിനെ നമുക്ക് അവൻ്റെ അസ്മായികളിലൂടെ സിഫാത്തുകളിലൂടെ ഒക്കെ പടച്ച റബ്ബിനെ നമുക്കടുത്തറിയാം. പക്ഷേ റബ്ബിനുള്ള ഹക്കുകൾ അറിഞ്ഞിട്ടും നൽകുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കാനും ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാതിരിക്കാനുമുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്, റബ്ബിനെ അറിയുന്നവർ പോലും റബ്ബിനുള്ള ഹക്ക് നൽകുന്നില്ല. അതാണ് ഒന്നാമത്തത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഖറഅ്തുമുൽ ഖുർആൻ വലം തഅമലൂ ബിഹി, നിങ്ങളൊക്കെ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ഖുർആൻ ഓതുന്നുണ്ട്, അതിൻ്റെ അർത്ഥം അറിയാം, അതിൻ്റെ തഫ്സീറുകൾ അറിയാം, പക്ഷേ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം എത്രയുണ്ട്? ചിന്തിക്കൂ, ആലോചിക്കൂ. അപ്പോൾ ഖുർആൻ ഓതുന്നുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ ഓത്ത് ഒരു അമലാക്കി, മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അമല് ചെയ്യാനാണ്. എന്നാൽ പലരും ഖുർആനിൻ്റെ ഖിറാഅത്ത് ഒരു അമലാക്കി മാറ്റി. അതൊരു അമല് തന്നെയാണ്, സംശയമല്ല. പക്ഷേ പറഞ്ഞതിൻ്റെ മഖ്സദ് എന്താണ്? ഖുർആൻ ഓത്ത് മാത്രമേ ഉള്ളൂ, അതനുസരിച്ചുള്ള ജീവിതമില്ല, ജീവിതത്തെ ക്രമീകരിക്കുന്നില്ല, ഖുർആനിനെ മാർഗദർശിയായി കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് അതാണ്, നിങ്ങൾ ഖുർആനൊക്കെ ഓതുന്നുണ്ട്, പക്ഷേ അത് അമലാക്കുന്നതിൽ എത്രമാത്രമുണ്ട് എന്ന് ചിന്തിക്കൂ. നിങ്ങൾ പറഞ്ഞ കംപ്ലൈൻറ്റിൻ്റെ കാരണം ഇതാണ്. മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞു, ഇദ്ദഅയ്തും ഹുബ്ബർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വതറക്തും സുന്നതഹു, നിങ്ങൾ നബിയെ വലിയ ഇഷ്ടമാണ് എന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷേ നബിയുടെ സുന്നത്ത് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. എത്ര സത്യമാണത്! എല്ലാവർക്കും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഇഷ്ടമാണ്. നബിയെക്കുറിച്ച് പറയുമ്പോഴേക്ക് നമ്മുടെ കണ്ണുകൾ നിറയാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിങ്ങലുണ്ടാവാറുണ്ട്, നമുക്ക് സന്തോഷമുണ്ടാവാറുണ്ട്. ഞങ്ങൾ നബിയെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബിയുടെ സുന്നത്തിനെ പിൻപറ്റലാണ് എന്ന് ബിദ്അത്തിൻ്റെ ആളുകളോട് വരെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആ സുന്നത്ത് പിൻപറ്റുന്ന വിഷയത്തിൽ നാം എവിടെയാണ്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ റസൂലിനോടുള്ള ഇഷ്ടം പറയുന്നു എന്നല്ലാതെ നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ എത്രമാത്രമുണ്ട്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് എന്നല്ലേ? നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ സുന്നത്തിനെ പിൻപറ്റൂ, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും കിട്ടണമെങ്കിൽ നബിയുടെ സുന്നത്തിനെ ഇത്തിബായ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോഴേ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കൂ എന്ന് ഖുർആൻ വ്യക്തമാക്കിയ കാര്യമാണ്. അതിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നുണ്ട്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഓരോ വാക്കുകളും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഇദ്ദഅയ്തും അദാവത ശൈത്താൻ വവാഫഖ്തുമൂഹ്, ഷെയ്ത്താനോടുള്ള ശത്രുതയൊക്കെ നിങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നൊക്കെ ഭംഗിയായി ഓതുന്നുണ്ട്, പക്ഷേ ഷെയ്ത്താൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റുന്നതിൽ ഒട്ടും പിറകിലല്ല. എന്തിനേറെ, ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും എത്ര പറഞ്ഞു കൊടുത്താലും ചിലർ ഇടത് കൈകൊണ്ട് തന്നെ കുടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഇന്ന ശൈത്താന യഅ്കുലു ബിശിമാലി വയശ്റബു ബിശിമാലി,
നിങ്ങൾ ശൈത്താനെ പോലെ ആവരുത്. കാരണം ശൈത്താൻ ഇടത് കൈകൊണ്ട് തിന്നും, ഇടത് കൈകൊണ്ട് കുടിക്കും. പക്ഷേ നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയും. പിശാചിനെ നമുക്ക് ഇഷ്ടമല്ല. ഇബ്ലീസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്നൊക്കെ പറയും. പക്ഷേ എത്രയെത്ര പിശാചിൻ്റെ പ്രവർത്തനങ്ങളെയാണ്, ഇത് പിശാചിൻ്റെ പണിയാണെന്ന് അല്ലാഹുവിൻ്റെ റസൂല് വ്യക്തമാക്കി തന്ന കാര്യമാണ് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. എന്നിട്ട് ശൈത്താൻ്റെ കൂടെ നടക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ ശൈത്താനെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ശൈത്താനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയും, മനുഷ്യരെക്കുറിച്ച് തന്നെ പറയൂ, എന്തിനാണ് ശൈത്താനെക്കുറിച്ച് പറയുന്നത്? ചില ആളുകൾ ചോദിക്കാം, ശൈത്താനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് എത്രമാത്രം മനുഷ്യന് അപകടമുണ്ടാക്കുന്നതാണ് എന്ന് ഖുർആനിലും ഹദീസിലും വന്നതിനെക്കുറിച്ച് അവർ അജ്ഞരാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ശൈത്താനുമായി മുവാഫഖത്താവുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. എത്ര ആയത്തുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിൻ്റെ കാൽപാദങ്ങളെ ഫോളോ ചെയ്യരുത്. പക്ഷേ പലപ്പോഴും പിശാചിൻ്റെ കാൽപാദങ്ങളെയാണ് പിൻപറ്റുന്നത്. എന്നിട്ട് ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നും ജീവിതത്തിൽ ബർക്കത്തില്ല എന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, സഅംതും അന്നക്കും തുഹിബ്ബൂനൽ ജന്ന വലം തഅമലൂ ലഹ, നിങ്ങൾ ജൽപ്പിക്കുന്നത് സ്വർഗം നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് എന്നാണ്. പക്ഷേ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പരിശോധിച്ചിട്ടുണ്ടോ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ എന്നാണ്. ആരാണോ പരലോകം ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നത്, സഅയ് എന്ന് പറഞ്ഞാൽ അധ്വാനമാണ്, ധൃതി പിടിച്ചുള്ള അധ്വാനം. അതുകൊണ്ടാണ് ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് തിരക്കിട്ട് വരൂ, അധ്വാനിക്കണം സ്വർഗത്തിന് വേണ്ടി. പക്ഷേ സ്വർഗം നിങ്ങൾക്ക് ഇഷ്ടമാണ്, അത് സ്വർണം കൊണ്ടുള്ളതാണ്, വെള്ളി കൊണ്ടുള്ളതാണ്, അവിടെ ഹൂറുല്ലീങ്ങളുണ്ട്, അവിടെ മരണമില്ല, വാർദ്ധക്യമില്ല, രോഗമില്ല. ഇതൊക്കെ നാം വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു സ്വർഗലോകത്തിന് വേണ്ടി, അതാണ് എൻ്റെ ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യം എന്നുള്ള നിലക്ക് പലരും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ സ്വർഗത്തോടുള്ള ഇഷ്ടം പറയുന്നു, പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി അമല് ചെയ്യുന്നില്ല. വീണ്ടും അദ്ദേഹം പറഞ്ഞു, സഅംതും അന്നക്കും തഖാഫൂനന്നാർ വറഹൻതും അൻഫുസക്കും ലഹാ ഫിൽ മആസി, നരകത്തെ നിങ്ങൾക്കിഷ്ടമല്ല എന്ന് നിങ്ങൾ ജൽപ്പിക്കുന്നു, നിങ്ങൾ വിചാരിക്കുന്നു നരകം അത് ഭയാനകമാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ സ്വന്തം നഫ്സിനെ നരകത്തിന് വേണ്ടി പണയപ്പെടുത്തിയിരിക്കുന്നു. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന എന്ന് പറഞ്ഞില്ലേ, എല്ലാവരും അവർ ചെയ്തതിന് പണയപ്പെടുത്തപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം നരകത്ത് പോയാലും വേണ്ടിയില്ല, തൽക്കാലം എനിക്ക് ഈ സുഖം വേണം, തൽക്കാലം ഞാൻ ഈ ഹറാമ് ചെയ്യണം. ഹറാമാണെന്നറിയാം, മഅസിയത്താണെന്നറിയാം, ഇത് ചെയ്താൽ നരകത്തിൽ പോകുമെന്ന് 100% അറിയാം. ഖുർആനിലൂടെ ഹദീസിലൂടെ അത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കിട്ടണം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ശരീരം നരകത്തിലേക്ക് പോയാലും വേണ്ടിയില്ല, അങ്ങനെ നമ്മുടെ സ്വന്തം ശരീരത്തെ നരകത്തിലേക്ക് പണയപ്പെടുത്തിയിട്ട് ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും അതിന് മുൻഗണന കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ദുആക്കുത്തരം കിട്ടുന്നത്? പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നത്? വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഖുൽതും ഇന്നൽ മൗത ഹഖ്ഖുൻ വലം തസ്തഇദ്ദൂ ലഹ്, നിങ്ങൾ പറയുന്നു മരണം സത്യമാണ്, ഏത് നിമിഷവും മരണം പിടികൂടും. ഇതറിയാത്ത ഏത് വിശ്വാസിയാണുള്ളത്? അല്ലേ? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ച് മരണപ്പെടും, നാളെ എന്ത് ചെയ്യുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. രാവിലെ ആയ ഒരാളോട് വൈകുന്നേരം പ്രതീക്ഷിക്കേണ്ടെന്നാണ് പറഞ്ഞത്, സത്യമല്ലേ? വൈകുന്നേരമായ ഒരാളോട് രാവിലെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞത്, സത്യമാണ്. ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ടും നിങ്ങൾ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നില്ല. ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ ക്ലിയറാണ് എൻ്റെ കിതാബ്, ഞാനൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വ്യക്തികളോടുള്ള ഇടപാടുകൾ, റഹ്മാനായ റബ്ബിനോടുള്ള ഹക്കുകൾ, ഇതൊക്കെ ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ ഖബറിൽ പോയാൽ, മഹ്ശറിൽ ചെന്നാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? ഞാനും നിങ്ങളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇത്തഖുല്ലാഹ് വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. വല്ലാത്തൊരു വാക്കല്ലേ? ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്താണ് റെഡിയാക്കിയത് നോക്കണം. നാളെ എന്നാണ് പറഞ്ഞത്, കാരണം അതിന് വിദൂരമായി അള്ളാഹു അവതരിപ്പിച്ചില്ല. അത് വിദൂരമല്ല എന്നർത്ഥം, നാളേക്ക് വേണ്ടി. അപ്പോൾ ഇന്ന് ഒരുങ്ങണം, കാരണം നാളെ പോകാനുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നാളേക്ക് വേണ്ടി എന്താണ് റെഡിയാക്കിയത് എന്ന് നോക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടില്ലേ, ബുദ്ധിയുള്ള മുഅ്മിൻ ആരാണ്, ബുദ്ധിമാനായ മുഅ്മിൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ. മരണത്തെ ധാരാളമായി ഓർക്കുന്നവനും മരണാനന്തര ജീവിതത്തിലേക്ക് വിഭവങ്ങൾ ഒരുക്കുന്നവനുമാണ് ബുദ്ധിമാൻ. പക്ഷേ പലരും മരണത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവർ അതിനു വേണ്ടി ഒരുങ്ങുന്നില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അതും ശ്രദ്ധേയമായ വാക്കാണ്, ഇഷ്തഗൽതും ബിഉയൂബിൻ നാസ് വതറക്തും ഉയൂബക്കും. നിങ്ങളുടെ തിരക്ക് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കലാണ്. ഭയങ്കര തിരക്കിട്ട പണി മനുഷ്യന് രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ആർക്കൊക്കെ എന്തൊക്കെ ന്യൂനതയുണ്ട്, ആരുടെയൊക്കെ ഈമാനിനെ ചോദ്യം ചെയ്യാം, ആരുടെയൊക്കെ തഖ്വയെ ചോദ്യം ചെയ്യാം, ആരുടെയൊക്കെ ഇഖ്ലാസിനെ ചോദ്യം ചെയ്യാം, ആരൊക്കെ മുനാഫിക്കാണെന്ന് പ്രഖ്യാപിക്കാം, ആരൊക്കെ മുശ്രിക്കാണെന്ന് പ്രഖ്യാപിക്കാം, ആരൊക്കെ മോശക്കാരാണ് എന്ന് പ്രഖ്യാപിക്കാം. ഇങ്ങനെ ജനങ്ങളുടെ ഐബ് അന്വേഷിച്ചുള്ള നടത്താണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഐബിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. എനിക്കെന്തൊക്കെ പോരായ്മ ഉണ്ട് അതല്ലേ ചിന്തിക്കേണ്ടത്? സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടിനെക്കുറിച്ച് പറയുന്നു, നിങ്ങളുടെ കണ്ണിലാകട്ടെ അതിനേക്കാൾ വലിയൊരു വിറക് കൊള്ളിയുണ്ട്. ഒരു വിറക് കൊള്ളി കണ്ണിൽ വെച്ചിട്ടാണ് മറ്റൊരാളുടെ കണ്ണിലെ ചെറിയ പൊടിയെക്കുറിച്ച് പറയുന്നത്. സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. മനുഷ്യൻ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ ന്യൂനതകളുടെ പിന്നാലെ പോയിട്ട് തിരക്കിട്ട പണിയാണ്. അവനവൻ്റെ ഐബുകൾ പരിശോധിച്ച് അത് നേരെയാക്കുന്നതിൽ ആരും ശ്രദ്ധ കാണിക്കുന്നില്ല. എനിക്കെന്തൊക്കെ പോരായ്മയുണ്ട്, ഞാൻ എവിടെയാണത് പരിഹരിക്കേണ്ടത്, ഇത് ചിന്തിക്കുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും? പിന്നെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും? അദ്ദേഹം വീണ്ടും പറയാണ്, അഖൽതും നിഅമല്ലാഹ് വലം തഷ്കുറൂഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തിന്നുകൊണ്ടിരിക്കണം. ആ വേർഡാണ് ഉപയോഗിച്ചത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ. രാവിലെ മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു, നമ്മുടെ ദാഹത്തിന് വെള്ളം, വിശപ്പിന് ഭക്ഷണം, മറ്റു ഒട്ടനവധി അനുഗ്രഹങ്ങൾ. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ വിചാരിച്ചാൽ സാധ്യമല്ലത്. എന്നിട്ടും നിങ്ങൾ റബ്ബിന് ശുക്ർ കാണിക്കുന്നുണ്ടോ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. എൻ്റെ അടിമകളിൽ വളരെ കുറച്ച് ആളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ. വല്ലാത്ത വാക്കല്ലേ? ഇബ്ലീസ് റബ്ബിനോട് പറഞ്ഞ എന്താണ്? മനുഷ്യനെ ഞാൻ നന്ദി കെട്ടവനാക്കുമെന്നാണ്. ഇബ്ലീസ് നമ്മളെ പിടികൂടിയിട്ടുണ്ടോ? ചിന്തിക്കണം. എന്താണ് ഇബ്ലീസ് റബ്ബിനോട് പറഞ്ഞത്? വലൻ തജിദ അക്സറഹും ഷാക്കിരീൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തെയും നന്ദിയുള്ളവരായി നിനക്ക് കണ്ടെത്താൻ കഴിയില്ല, ഞാൻ അവരെ നന്ദി കെട്ടവരാക്കും. ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടികളിലൊന്ന് മനുഷ്യനെ നന്ദി കെട്ടവനാക്കലാണ്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തൻ്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നന്ദി കാണിക്കുന്നതിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. 10ാമത് അദ്ദേഹം പറഞ്ഞത്, ദഫൻതും മൗതാക്കും വലം തഅ്തബിറൂ ബിഹിം. നിങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരെ നിങ്ങൾ ദഫൻ ചെയ്തു, ഖബറടക്കി, എന്നിട്ടും നിങ്ങൾക്കതിൽ നിന്ന് ഗുണപാഠമൊന്നും കിട്ടിയില്ലേ? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുമിത്രാദികളെ നിങ്ങൾ ഖബറടക്കി, 6 അടി മണ്ണിൽ അവരെ വെച്ച് അതിൻ്റെ മേലെ സ്ലാബിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് വന്നിട്ടും, ഇന്നലെ ഇതേപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, എൻ്റെ ബെഡിലുണ്ടായിരുന്ന ആളാണ്, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതാണ്, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തതാണ്, ഇന്നിതാ ആ മനുഷ്യനെ ഞാൻ 6 അടി മണ്ണിൽ വിട്ടേച്ച് പോവുകയാണ്, മണ്ണ് വാരിയിട്ട് പോവുകയാണ്. നാളെ ഇതേപോലെ ഞാനും കിടക്കേണ്ടി വരില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കഫാ ബിൽ മൗതി വാഇള. അല്ലെങ്കിൽ സ്വഹാബികളുടെ ഖൗലാണ്, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. കഫാ ബിൽ മൗതി വാഇള. മരണത്തേക്കാൾ വലിയ ഒരു വയലുകാരൻ വേറല്ല എന്നാണ്. ഏറ്റവും വലിയ ഉപദേശകൻ മരണമാണ്. മരണം വയല് പറയും, ഏറ്റവും വലിയ ഉപദേശം മരണം നൽകും. പക്ഷേ അങ്ങനെ ഒരു വയല് കിട്ടിയോ എനിക്കും നിങ്ങൾക്കും? നമ്മുടെ ചുറ്റിലും നിന്നും ആളുകൾ മരണപ്പെട്ടിട്ടും നമ്മളിപ്പോഴൊന്നും മരിക്കില്ല എന്നാണ് എല്ലാവരും ധരിക്കുന്നത്. ഇങ്ങനെ ജീവിച്ചാൽ എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക എന്ന ശ്രദ്ധേയമായ 10 പോയിൻ്റുകൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്തു. ഞാനും നിങ്ങളും അത് ഉൾക്കൊള്ളുക, ചിന്തിക്കുക, ആലോചിക്കുക, തിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.